الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ അതിവേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ശാന്തമായി മാറി നിന്ന് ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പടച്ചറബ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നാം അനുഭവിക്കുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പശിയടക്കാൻ ഭക്ഷണമില്ലാതെ, കുടുംബത്തെ ചേർത്ത് പിടിച്ച് അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാതെ, മുൻഗാമികൾ കഴിച്ചുകൂട്ടിയിട്ടും അവരെല്ലാം നല്ല സമാധാനത്തിലും കൺകുളിർമയിലും തൃപ്തിയിലുമാണ് ജീവിച്ചത്. എവിടെയോ ഒരു ഫാൾട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മോട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പടച്ചറബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത, അവൻ വിലക്കിയതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടർത്തിക്കൊണ്ടുപോയിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക? നിരന്തരം മനസ്സ് തന്നെ നോവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദീനും പരലോകവും പടച്ചറബുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ സമാധാനമില്ലാത്ത ഒരു സാഹചര്യം ഉള്ളിടത്ത് എന്തുണ്ടായിട്ടെന്താണ് കാര്യം?
ദീനും വിശുദ്ധിയും തഖ്വയും ഈമാനും കൊണ്ടാണ് നൂറ്റാണ്ടുകളോളം ലോകം മുസ്ലിങ്ങൾ ഭരണം നടത്തിയതും നിരവധി രാജ്യങ്ങളെ കീഴടക്കിയതും ലക്ഷോപലക്ഷം വരുന്ന സന്നാഹങ്ങളെ തുരത്തി ഓടിച്ചതുമൊക്കെ. ആ ഈമാനിന്റെയും തഖ്വയുടെയും കരുത്ത് ചോർന്നുപോയി പിശാചും സ്വന്തം ഇച്ഛകളും കൂട്ടുകെട്ടും സാഹചര്യങ്ങളും ഇവിടുത്തെ മീഡിയകളും നമ്മുടെ മനസ്സിനെയും മനസ്സാക്ഷിയെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തയെയും ചോർത്തിയെടുത്ത് അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും നമ്മളിലൂടെ നടപ്പിലാക്കുന്നതിന്റെ അടിമകളായിട്ടല്ലേ പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്? ഒരു കാലത്ത് വസ്ത്രം അഴവാണെന്ന് തോന്നിയാൽ അതൊരു അപമാനമായിരുന്നു. ഇന്ന് ഡൗൺ ഷോൾഡർ ഷർട്ട്സ് ആണ് ഏറ്റവും ട്രെൻഡിങ്ങിലുള്ളത്. ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കൊടാവല് പോലെ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അത് മോഡലാണ്, ട്രെൻഡാണ്, കാലത്തിന് യോജിച്ചതാണ്, ബ്യൂട്ടിയാണ്. എന്നാൽ തൊട്ടു മുമ്പത്തെ 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് വസ്ത്രമൊന്ന് ഷോൾഡർ ഇറങ്ങിയാൽ അത് ബോറായിരുന്നു. ആരാണ് നമ്മുടെ മനസ്സിനെ ചോർത്തുന്നത്? ആരാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നത്? ആരാണ് ട്രെൻഡുകളും ആഘോഷങ്ങളും ഈവൻ ആരാധനകൾ വരെ നിർണയിക്കുന്നത്? ആരാണ്? ഇതിന്റെയൊക്കെ അടിമകളായി പലപ്പോഴും നമ്മളും മാറുന്നില്ലേ? അനാവശ്യമായി നമ്മളും സ്ക്രോൾ ചെയ്ത് സമയം ചെലവഴിക്കുന്നില്ലേ? നമ്മുടെ ഉള്ളിലും ചില ഫെസ്റ്റിവൽ മൈൻഡ് കടന്നുകൂടിയിട്ടില്ലേ? നമുക്കും ചില സൗന്ദര്യബോധം നാം അറിയാത്ത തരത്തിലുള്ള ചില ഇടപെടലുകൾ നമ്മളിലും ഉണ്ടായിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള മടക്കം അത് വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് നാം അകന്നു പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ വളരെ വലുതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനിന്റെ ഇൽമും വെളിച്ചവും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇൽമ് നൂറാണ്, പാപികൾക്ക് അല്ലാഹു ആ നൂറ് നൽകുകയില്ല. റിസ്ഖ് തടയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്താണ് റിസ്ഖ്. അത് പാപികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞുവെക്കും. അതിന്റെ ആസ്വാദനം ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകും. അല്ലാഹുവും അവന്റെ ഹൃദയവും തമ്മിൽ ബഹുദൂരം അകലും. അതിന്റെ ഭാഗമായിട്ട് പടപ്പുകൾ, മനുഷ്യന്മാർ അവനെ വെറുക്കും, മലക്കുകൾ അവനെ വെറുക്കും, ജന്തുജാലങ്ങൾ വരെ അവരെ ശപിക്കും. അവന്റെ കാര്യങ്ങൾ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി അവൻ എത്ര പെടാപാടുപെട്ടാലും അവന് നാം പ്രയാസത്തിലേക്ക് എളുപ്പം കൊടുക്കുമെന്ന് പറഞ്ഞ തഅസീറുൽ ഉമൂർ ഉണ്ടാകും. തഖ്വ പാലിക്കുന്നവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമ്പോൾ ദീനിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിട്ട് പലരും നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികളുടെ പിന്നാലെ, ട്രെൻഡുകളുടെ പിന്നാലെ, മനസ്സിന്റെ ഇച്ഛകളുടെ പിന്നാലെ, പിശാചിന്റെ മന്ത്രണങ്ങളുടെ പിന്നാലെ, വിനോദങ്ങളുടെ ആസ്വാദനങ്ങളുടെ പിന്നാലെ നാം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ കുടുസമാകും. ദുൽമത്തായിരിക്കും. മൊത്തത്തിലൊരു ഇരുട്ട്, എല്ലായിടത്തും ഒരു ഇരുട്ട്, എല്ലായിടത്തും ഒരു ബ്ലോക്ക്, എല്ലായിടത്തും ഒരു അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടാകും. നന്മയാകട്ടെ ഒരാൾക്ക് വെളിച്ചവും പ്രകാശവും എളുപ്പവും റിസ്ഖും മുഖപ്രസന്നതയും ഒക്കെ സമ്മാനിക്കും. പാപം മനുഷ്യൻ വഹിക്കുന്ന ഭാരമാണ്. അത് മുഖേന അവന്റെ ശരീരം തളരും, അവന്റെ മനസ്സിന്റെ കരുത്ത് ഇല്ലാതാകും. കിസ്റയും കൈസറും അടക്കി ഭരിച്ചവർക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത്? അവിടെ കയ്യിൽ സ്വത്തുണ്ട്, അധികാരമുണ്ട്, സന്നാഹമുണ്ട്, കാഴ്ചക്ക് ആരോഗ്യവുമുണ്ട്. പക്ഷേ ആവശ്യമുള്ളപ്പോൾ അവർക്ക് ഉപകരിക്കാൻ സാധിച്ചില്ല. ഫഖീറുകളായിട്ടുള്ള, മിസ്കീനുകളായിട്ടുള്ള, വയറൊട്ടിയവരായിട്ടുള്ള സ്വഹാബത്ത് ലോകത്തെ വൻകിട ശക്തികളെ കീഴ്പ്പെടുത്തി. എന്നാൽ അവരുടെ ശക്തി ഇല്ലാതായി. കാരണം പടച്ച റബ്ബ് നിഷിദ്ധമാക്കിയ വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, ദിക്ർ ചൊല്ലാൻ പറ്റുന്നില്ല, ദീന് പാലിക്കാൻ പറ്റുന്നില്ല. ഏതുപോലെ എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത വിധം എന്റെ വയറ് കേടായിരിക്കുന്നു. എങ്ങനെ കേടായി? കേടായ ഭക്ഷണങ്ങൾ കഴിച്ച് വയറിനെ മലീമസമാക്കിയപ്പോൾ കഴിക്കാൻ പറ്റുന്ന വിവിധങ്ങളായ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കിയതുപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ കവാടങ്ങൾ കൊട്ടിത്തുറന്ന് നമ്മൾ അതിൽ ആസ്വാദനം കണ്ടെത്തി ഹറാമുകൾ ചെയ്ത് ജീവിക്കുന്നതിലൂടെ ഹിർമാനു ത്വാഅ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പുണ്യമാക്കി വെച്ച ഖൈറും ബറകാത്തുകളും നമുക്ക് നൽകിത്തരുന്ന ഇബാദാത്തുകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. ഒരു തെറ്റൊരു നന്മയില്ലാതാക്കും.
വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നന്മകൾ ഇല്ലാതാക്കും. പിന്നീട് നന്മകളിലേക്ക് അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ അയാൾക്കുണ്ടാകും. നന്മയിൽ ആസ്വാദനം കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും. നിസ്കരിച്ചിട്ടെന്ത്, ഖുർആൻ ഓതിയിട്ടെന്ത്, നോമ്പ് നോറ്റിട്ടെന്ത്, പ്രാർത്ഥിച്ചിട്ടെന്ത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ പോകും. അവൻ ലഹരിയും അനാശാസ്യ പ്രവർത്തനങ്ങളും സിനിമകളും ദൃശ്യാവിഷ്കാരങ്ങളും ഒക്കെയായിരിക്കും അവന്റെ എന്റർടൈൻമെന്റിന്റെ ടൂള്. ഒരു മുഅ്മിൻ നമസ്കാരത്തിൽ ആശ്വാസം കണ്ടെത്തുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളായിരിക്കും അവന്റെ ആസ്വാദനങ്ങളുടെ സന്തോഷങ്ങളെ നിർണയിക്കുന്നത് എന്നതാണ്. അപകടമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും, അവന്റെ മനസ്സിന്റെ എല്ലാ തലങ്ങളെയും, അവന്റെ സമ്പത്തിന്റെ എല്ലാ തലങ്ങളെയും, ആരാധനയെ, കുടുംബത്തെ, മക്കളെ, ദീനിനെയും ദുനിയാവിനെയും മുഴുവൻ നശിപ്പിക്കുന്നതാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലൂടെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുകയാണ്, അന്നൽ മആസി തുഖസ്സിറുൽ ഉംർ വതംഹഖു ബറക. ഒരാളുടെ ആയുസ്സിനെ കുറക്കും, ഒരാളുടെ ബർക്കത്ത് ഇല്ലാതാക്കും. തിന്മ ഒരു മനുഷ്യന്റെ ആയുസ്സിനെ തന്നെ കുറക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. തിന്മ ഒരു മനുഷ്യന്റെ ആയുസ്സിലെ ബർക്കത്തിനെ ഇല്ലാതാക്കും. മനസ്സ് മരിച്ചാൽ പിന്നെ ജീവിതമില്ലല്ലോ. ഇതുപോലെ ഒരാളുടെ പാപിയായ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ജീവൻ അള്ളാഹ് കെടുത്തിക്കളയുന്നതിലൂടെ അയാളുടെ എല്ലാം ഇല്ലാതാകുമെന്നാണ്. അയാളുടെ ആയുസ് ദുർബലമായി പോകുമെന്നാണ്. അയാളുടെ ആയുസ് തന്നെ ചുരുങ്ങിപ്പോകുമെന്നാണ്. സമയത്തിലെ ബറക്കത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഊരിയെടുക്കുമെന്നാണ്. ജീവിതം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ മരിച്ചുപോയിട്ട് പരലോകത്ത് വെച്ചിട്ട് പറയും, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും മുൻകൂട്ടി ചെയ്തു വെച്ചില്ലല്ലോ എന്ന് വിലപിക്കുന്നവനായി അവൻ മാറുമെന്നാണ്. പാപങ്ങൾ വരുത്തുന്ന ദുരന്തങ്ങൾ വലുതാണ്. ഒരു തെറ്റ് ചെയ്തവൻ സങ്കടത്തിലും പ്രയാസത്തിലുമായിരിക്കും. വീണ്ടും അത് ചെയ്യുമ്പോൾ ആ പ്രയാസം കുറയും. ഒരു തെറ്റ് വലിയ തെറ്റുകളിലേക്ക് നയിക്കും. ചെറിയ കാഴ്ചകൾ വലിയ തെറ്റുകളിലേക്ക് നയിക്കും. ഒരംശം മദ്യം നുകർന്നാൽ പിന്നീട് അവൻ മുഴുകുടിയനായി മാറും. ഒരു ചെറിയ നാണയം മോഷ്ടിച്ചാൽ പിന്നീട് അവൻ വലിയ സംഖ്യ മോഷ്ടിക്കുന്നവനാകും. പണ്ടവും പണവും കോടികൾ തട്ടുന്ന വലിയ മാഫിയായിട്ട് അവൻ മാറാൻ ഒരു ചെറിയ മോഷണം മതിയാകും. അന്നൽ മആസി തസ്റഉ അംസാലഹ. പാപങ്ങൾ അതുപോലത്തെ പാപങ്ങളെ ജനിപ്പിക്കുമെന്നാണ്. ഏതുപോലെ ഒരു നന്മ ചെയ്താൽ വീണ്ടും നന്മ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകും, ഇതുപോലെ ഒരു തിന്മ ചെയ്യുന്നവന് വീണ്ടും വീണ്ടും തിന്മ ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് നന്മകൾ ജനിക്കുന്ന മനസ്സാണ്. പക്ഷെ പാപിയുടെ മനസ്സിൽ നന്മകളൊന്നും ജനിക്കില്ല. ഫതഖ്വ ഇറാദത്തുൽ മഅസിയ, പാപങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവന്റെ ഉള്ളിലുണ്ടാവുക. ഒരു ഒഴിവ് സമയം കിട്ടിയാൽ ഇന്നത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന പ്ലാനിങ്ങുകളായിരിക്കും. പടച്ച റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആസൂത്രണങ്ങളായിരിക്കും അത്തരം ആളുകളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. പാപം അവന്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഇസ്തിഗ്ഫാറും തൗബയും അവന്റെ നാവിൽ നിന്ന് കടന്നുവരില്ല. അവന്റെ മനസ്സിൽ അത്തരം ചിന്തയില്ല. എനിക്ക് മരിക്കണമല്ലോ, ഖബറിൽ പോകണമല്ലോ, പരലോകത്ത് വരണമല്ലോ, കണക്ക് ബോധിപ്പിക്കണമല്ലോ, ഈ ചിന്തയൊന്നുമില്ല. മറിച്ച് അവന്റെ ചിന്തകളെല്ലാം മാറിയിട്ടുണ്ടാകും. ഹൃദയം അങ്ങേറ്റത്തെ രോഗം ബാധിച്ചിട്ടുണ്ടാകും. ഹൃദയത്തിൽ നിന്ന് പടച്ച റബ്ബ് ആ വിശുദ്ധി ഊരിയെടുത്താൽ പിന്നീട് ഏത് നെറികേടും അവന്റെ ആദത്താക്കി അവൻ മാറ്റും. ഏത് നെറികേടും, എത്ര വലിയ ക്രൂരതയും, പിഞ്ചു പൈതലിനെപ്പോലും അവന്റെ തോന്നിയാസത്തിന്, അവന്റെ ശാരീരിക സുഖത്തിന് ഉപയോഗപ്പെടുത്താൻ പ്രയാസമില്ലാത്ത അവസ്ഥ വരും. പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ മടിയില്ലാത്ത അവസ്ഥ വരും. 4ഉം 5ഉം പേരൊരുമിച്ചു കൂടിയിരുന്ന് അനാശാസ്യ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ യാതൊരു തടസ്സവുമില്ലാതെ വരും. അശ്ലീലവും ആഭാസവും അനാശാസ്യവും പ്രവർത്തിച്ചിട്ട് അതിന്റെ പേരിൽ പിടിക്കപ്പെടുമ്പോൾ മീഡിയയ്ക്ക് മുന്നിൽ ഇളിച്ചു കാട്ടാൻ ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നത് എങ്ങനെയാണ്? ഹറാമുകളുടെ വഴികളിലൂടെ കടന്നു ചെന്നാൽ പിന്നെ ലജ്ജയും അതുപോലെ തന്നെ ഗീറത്തും ആദർശ വൈര്യവും അതെല്ലാം ഇല്ലാതായിട്ട് ഉളുപ്പുകെട്ടവനായി മനുഷ്യൻ മാറും. തിന്മകൾ അവന്റെ ആദത്തായിട്ട് മാറും. ആളുകൾ കാണുന്നതോ, ആളുകൾ അവനെക്കുറിച്ച് സംസാരിക്കുന്നതോ, ആളുകൾ എന്തെങ്കിലും അവനെതിരെ ചെയ്യുന്നതോ ഒന്നും അവന് പ്രയാസമല്ലാത്ത അവസ്ഥയുണ്ടാകും. ആളുകൾ കാണുകയല്ലേ എല്ലാം ചെയ്യുന്നത്. ഒരു ബസ് സ്റ്റോപ്പിൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമുക്ക് കുടുംബത്തോടൊപ്പം ചെന്ന് നിൽക്കാൻ പറ്റുമോ? പ്രായപൂർത്തിയാകാത്ത, കല്യാണം കഴിയണമെങ്കിൽ പ്രായപൂർത്തിയാകണം, ഇല്ലെങ്കിൽ കേസാണ്. എന്നാൽ അവിഹിതത്തിന് ഇവിടെ പ്രായമില്ല, പക്വതയില്ല, ക്ലാസില്ല, ആരും നോക്കാനില്ല, തടയാനില്ല. നിയമപാലകർ പോലും കണ്ണടച്ച് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. നൈറ്റ് ലൈഫുകൾക്കുള്ള കവാടങ്ങൾ തുറന്നു വെച്ചു കൊടുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ തലമുറയെ ഏതെല്ലാം വിധത്തിൽ തകർക്കാൻ പറ്റുമോ അതിനെല്ലാമുള്ള ശ്രമങ്ങൾ. ആരെയും ഉദ്ദേശിച്ച് രാഷ്ട്രീയം പറയല്ല, മതത്തെ ബാധിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അധ്യാപകർക്ക് അധികാരമില്ല, രക്ഷിതാക്കൾക്കോ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള
റൈറ്റ് ഇല്ല. പിന്നെ ആർക്കാണ്? അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ, അവർ പഠിക്കണ്ട, അവർ കളിക്കട്ടെ. എല്ലാം തീരുമാനിക്കാൻ വലിയ വലിയ അപ്പോസ്തലന്മാരുണ്ട് ഇവിടെ. അവരെല്ലാം സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉളുപ്പുകെട്ടവരായി പുതിയ തലമുറ മാറുന്നു. മുതിർന്നവരോ ഗുരുനാഥന്മാരോ മതപണ്ഡിതന്മാരോ ഒന്നും അവരുടെ മുന്നിൽ അവർ വിഷയമേ ആക്കുന്നില്ല. അവരുടെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കാൻ അവർക്കൊരു പബ്ലിക് പ്ലേസ് ആയാലും മതി എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് പാപങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാരകമായ മാനസിക രോഗമാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, ചെയ്യുന്ന ഒരു തെറ്റും പുതിയതല്ല. എല്ലാം പടച്ചറബിന്റെ അദാബ് വാങ്ങിച്ചുകൂട്ടിയ ജനത നമുക്ക് അനന്തരമാക്കി വെച്ചതാണ്. സ്വവർഗരതി LGBTQA+ വേണ്ടിയിട്ട് വാദോരാതെ സംസാരിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ ബാധിച്ച ലൂത്ത് ജനത ഇവിടെ അവശേഷിപ്പിച്ച ഒരു പാപമാണ് യഥാർത്ഥത്തിൽ അത് സ്വീകരിച്ചാൽ പടച്ചറബിന്റെ കോപം വരും, അള്ളാഹുവിന്റെ ശിക്ഷ വരും, സംശയമില്ല. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ ശുഐബ് നബിയുടെ ജനതയുടെ സ്വഭാവമായിരുന്നു. അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കൽ ഫിർഔനിന്റെ അനന്തര സ്വത്താണ്. അങ്ങനെ നിരവധി ജനത, ഈ അള്ളാഹുവിന്റെ അദാബ് ഏറ്റുവാങ്ങിയ ജനത ഇവിടെ ബാക്കി വെച്ചതാണ് ഓരോ തെറ്റുകളും. പാപം ചെയ്യുന്നയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടിയിൽ നിന്ന്, അവന്റെ സംരക്ഷണത്തിൽ നിന്ന് ഔട്ടാണ്. പടച്ചറബവനെ നിന്ദിക്കുകയാണ്. ഫമൻ യുഹ്നില്ലാഹ് ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു ഒരുത്തനെ നിന്യനായി പ്രഖ്യാപിച്ചാൽ അവനെ ആദരിക്കാൻ ആരുമുണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. പാപങ്ങൾ ചെറുതായിട്ടും നിസാരമായിട്ടും കണ്ട് എത്രയും ചെയ്യാൻ അവന്റെ മനസ്സ് പാകപ്പെടുകയാണ്. ജന്തുക്കളിൽ പോലും അതിന്റെ സ്വാധീനമുണ്ടാകും. ജന്തുക്കൾ പോലും ഒരു പാപിക്ക് വേണ്ടി ശാപ പ്രാർത്ഥന നടത്തുമെന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. പാപങ്ങൾ കാരണത്താൽ ഇവിടെ വരൾച്ചയുണ്ടാകും. മനുഷ്യന് വേണ്ട വെള്ളവും അതുപോലെ തന്നെ കുടിനീരും പടച്ചറബ് തടഞ്ഞുവെക്കും. അതിലൂടെ ജന്തുക്കൾ പോലും പട്ടിണിയാകുമ്പോൾ മനുഷ്യന്റെ ശാപം, മനുഷ്യനെ അവർ ശപിച്ചു പ്രാർത്ഥിക്കുമെന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്ദതയും അപമാനവും ഉടുത്ത് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും ഒരാൾക്കുണ്ടാവുക. ഒരു മനുഷ്യന്റെ ഉള്ളിൽ പടച്ചറബുണ്ട്, ജനിക്കുമ്പോഴേ ഉണ്ട്. അങ്ങനെയാണ് ജനിച്ചിട്ടുള്ള നമ്മളൊക്കെ. പരലോകബോധം അത് ഉൾക്കൊള്ളാൻ പറ്റും. മരണം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റും. പടച്ചോനെ ഉൾക്കൊള്ളാൻ പറ്റും. സ്വർഗ നരകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പാപങ്ങൾ ഒരാളുടെ ബുദ്ധിയെ ഫസാദിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറില്ലേ, ഓൻ കുറച്ച് അന്തള്ള ആളാ, ഓൻ അങ്ങനെ ചെയ്യൂല അല്ലേ? ഒരു അന്തമുള്ളവൻ പാപങ്ങളിലേക്ക്, ഹറാമുകളിലേക്ക് പോകൂല. അവൻ ചിന്തിക്കും, അള്ളാഹു കാണുന്നു, മലക്കുകൾ കാണുന്നു, പരലോകത്ത് വരും, ഓരോ മനുഷ്യന്മാർ മരിച്ചു പോകുന്നു, എനിക്കും മരിക്കണം. ഇതൊക്കെ അവൻ എന്ത് ചെയ്യും? ചിന്തിക്കും. പക്ഷെ പാപിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് മലീമസമാണ്. അതുകൊണ്ട് ഇത്തരം ചിന്തകളൊന്നും ഉണ്ടാവൂല. അവന്റെ ചിന്ത, ബുദ്ധിയൊക്കെ ഫസാദായി പോയിട്ടുണ്ട്. അവന്റെ കൽബ് സീല് വെക്കപ്പെടും. പാപത്തിന്റെ ദുരന്തങ്ങളാണ്. മൂടിയിടപ്പെടും. സത്യം ബോധ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ മറയിടപ്പെടും. അള്ളാഹുവിന്റെയും റസൂലിന്റെയും മലക്കുകളുടെയും ശാപ പ്രാർത്ഥനയുണ്ട് പാപം ചെയ്യുന്ന ആളുകൾക്ക്. ലഅന സാരിഖ്, മുസ്താബിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അഖിലുർ റിബ, പലിശ തിന്നുന്നവനെ, തീറ്റിക്കുന്നവനെ, എഴുതുന്നവനെ, സാക്ഷി നിർത്തുന്നവനെ പടച്ചറബ് സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. ശപിക്കുന്ന മുഴുവൻ ആളുകളും ശപിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമായവരുടെ ലിസ്റ്റ് നീണ്ടതാണ്. മുമ്പൊരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ഖുത്ബ നമ്മൾ അത് മാത്രം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഹറാമുകൾ ചെയ്യുമ്പോൾ ശാപ പ്രാർത്ഥനകൾ ഉണ്ടാവും. അള്ളാന്റെ ശാപം ഉണ്ടാവും, റസൂലിന്റെ ശാപം ഉണ്ടാവും, മലക്കിയുടെ ശാപം ഉണ്ടാവും. ശപിക്കുന്നവരെല്ലാം ശപിക്കും. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മലക്കുകളുടെയും ഒക്കെ അനുകൂലമായ പ്രാർത്ഥന ഇല്ലാതാകും. കടുത്ത ശിക്ഷ ദുനിയാവിൽ കിട്ടാൻ കാരണം ഹറാമുകളാണ്. മുൻകഴിഞ്ഞു പോയ ജനതയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കൂ. എന്തുകൊണ്ടാണ് പടച്ചറബ് അവരെ ശിക്ഷിച്ചത്? അവർ ചെയ്ത ഹറാമുകളാണ്. ഖബറിലുള്ള ശിക്ഷയ്ക്ക് എന്താണ് കാരണം? നമസ്കാരം ഉപേക്ഷിച്ചു, ഹറാമല്ലേ? പലിശയുമായി ബന്ധപ്പെട്ടു, ഹറാമല്ലേ? കളവ് പറഞ്ഞു, ഹറാമല്ലേ? വ്യഭിചരിച്ചു, ഹറാമല്ലേ? ഖബറിൽ ഒരാളുടെ സ്വാസ്ഥ്യം കെടുത്തുന്നത് അയാളുടെ പാപങ്ങളാണ്. ഇനി മഹ്ശറിലും പരലോകത്തോ നരകത്തിലോ നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലമായി നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ് അവിടെ വെച്ച് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, പാപത്തിൽ നിന്ന് എത്രയും വേഗം പിന്തിരിയുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണെന്നല്ല, അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫസാദ ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ, ഒരു സമൂഹത്തിന്റെ
ഒരു നാടിന്റെ തന്നെ അപകടത്തിന് കാരണമാകുന്നത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ബറിലും ബഹറിലും, കരയിലും കടലിലും കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ കാരണം മനുഷ്യരുടെ ചെയ്തികളാണെന്ന് ഖുർആൻ പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബറും ബഹറും എന്താണ്? ബർ എന്ന് പറഞ്ഞാൽ കരയായിട്ടുള്ളത്, ബഹർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ, കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന മനുഷ്യവാസമുള്ള മുഴുവൻ സ്ഥലങ്ങളും. മനസ്സിലായി? അതായത് കടൽ തീരത്തോട് ചേർന്ന് മനുഷ്യർ താമസിക്കുന്ന സ്ഥലവും കടൽ തീരമല്ല എന്നാൽ വെള്ളമുള്ള എല്ലായിടങ്ങളും, വെള്ളം ഉപയോഗിച്ച് മനുഷ്യർ ജീവിക്കുന്ന എല്ലായിടങ്ങളും എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പാപങ്ങളാണ് മനുഷ്യന്റെ കോലം വരെ മാറ്റിയതെന്ന് പറയുന്നത്. 60 മുഴം നീളമുണ്ടായിരുന്നു ആദം നബിക്ക്. ആ നീളം ചുരുങ്ങി 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 വരാൻ കാരണം വരെ മനുഷ്യർ കാലക്രമേണ ചെയ്തു കൂട്ടിയ പാപങ്ങളാണെന്ന് പണ്ഡിതന്മാർ പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് സമാധാനവും നമുക്ക് സ്വസ്ഥതയും നമുക്ക് നിർഭയത്വവും നമുക്ക് ധൈര്യവും നമുക്ക് കരുത്തും നമുക്ക് നമ്മോടൊരു മതിപ്പും സ്നേഹവും എല്ലാം ഉണ്ടാകണമെങ്കിൽ നാം ഈ ദീനിലേക്ക് തിരിച്ചു പോകണം. പാപങ്ങൾ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. മതപരമായ, ഭൗതികപരമായ, സാമ്പത്തികമായ, കുടുംബപരമായ നിരവധി പ്രയാസങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കാരണമാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ മറന്നവരെ പോലെയാകരുത്. ഫഅൻസാഹും അൻഫുസഹും, നിങ്ങൾ അല്ലാഹനെ മറന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കും. നമുക്കൊന്നിനും ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവും, നമുക്ക് മതിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവിനുള്ള ഗാംഭീര്യം അത് നഷ്ടപ്പെട്ടു പോകും. ദീനിലുള്ള വാല്യൂ അത് നഷ്ടപ്പെട്ടു പോകും. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ ഉയർത്തി നമുക്ക് പകരമായിട്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അദാബുകൾ ഇറക്കും. മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ വലാ റുഫിഅ ഇല്ലാ ബിതൗബത്തിൻ. പാപം കൊണ്ടല്ലാതെ അദാബ് ഇറങ്ങുന്നില്ല, തൗബ കൊണ്ടല്ലാതെ അത് ഉയർത്തപ്പെടുന്നില്ല എന്നാണ്. എല്ലാ നന്മകളും നമ്മുടെ മനസ്സിൽ നിന്ന് ചോർത്തിയെടുക്കാൻ നാം ചെയ്യുന്ന പാപങ്ങൾ കാരണമാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തും എല്ലാ ഘട്ടത്തിലും. പക്ഷെ പാപിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ സംരക്ഷണത്തിൽ നിന്ന്, സഹായത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന്, ബറക്കത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന്, അവന്റെ പക്കൽ നിന്നുള്ള എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളിൽ നിന്ന് അവൻ അകന്നവനായി മാറും. അവന്റെ ഹൃദയം അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ നിന്ന് പിന്നോട്ടു പോകും. പരലോകം പ്രതീക്ഷിച്ചിട്ട് മുന്നോട്ടു പോകാത്ത സാഹചര്യമുണ്ടാകും. അങ്ങനെ 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 പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ പാപത്തിന്റെ ദുരന്തമായിട്ട് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നിൽക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നാം അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഒരു ആത്മവിചാരണ നമ്മളെല്ലാവരും നടത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുക. സഹോദരന്മാരെ, നമ്മോട് അക്രമം പ്രവർത്തിച്ച ഏതെങ്കിലും ഒരാളെ നമുക്ക് സ്നേഹത്തോടെ വിളിക്കാൻ സാധിക്കുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് വിളിച്ചതാരെയാണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് ധാരാളമായ അക്രമം പ്രവർത്തിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്, ഖനൂത്തുണ്ടാകരുത്. നമുക്ക് എന്താണ്? പടച്ച റബ്ബൊന്നും എനിക്ക് പുറത്തു തരൂല, ഞാൻ അത്രയും തെറ്റുകൾ ചെയ്തു കൂട്ടിയ ആളാണ്, അതോട് ഞാൻ അങ്ങനെ പോട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കല്ലേ എന്ന് അല്ലാഹു പറയുന്നു. തസ്വീഫ്, നാളേക്ക് നീട്ടിവെക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും ഈ ജോലി ഒന്നാണ് തീരട്ടെ, ഈ പ്രായം ഒന്നാണ് കിടക്കട്ടെ, ഈ കോഴ്സ് ഒന്നാണ് കഴിയട്ടെ, അല്ലേ, കുറച്ച് വയസ്സൊക്കെ ആകട്ടെ ബാപ്പാന്റെ പോലെ, എന്നിട്ട് നന്നാകാം. തസ്വീഫ്, പിശാചിന്റെ സ്വാധീനത്തിൽ തൗബയെ വൈകിപ്പിക്കുന്നവരുണ്ട്. സ്വന്തം ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി തൗബയെ തമസ്കരിക്കുന്നവരുണ്ട്. സ്വന്തം കൂട്ടുകാരുടെ പ്രലോഭനത്തിന് വിധേയരായിട്ട് മാറിയാൽ എനിക്കവർ നഷ്ടപ്പെടും, അവർ എന്നോട് വെറുക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹദൈതും, നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ അവർ വഴികേടിലാണ് എന്നത് നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. നീ നിന്റെ കാര്യമാണ് നോക്കേണ്ടത്. നമ്മുടെ ഖബറിൽ നമ്മൾ തനിച്ചാണ്, നമ്മുടെ ഹിസാബ് നമ്മളോടാണ്. എന്റെ കൂട്ടുകാരനെ വഴിവെപ്പിച്ചു എന്ന് പറയാനാവില്ല, എന്റെ പാരമ്പര്യം അങ്ങനെയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല.
നാം ചെയ്തു കൂട്ടുന്ന ശിർക്കും ബിദ്അത്തും ഹറാമുകളും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നീ വിവരമില്ലാതെ എല്ലാറ്റിനെയും ഫോളോ ചെയ്തുകൂടാ. നിന്റെ കണ്ണ്, നിന്റെ കാത്, നിന്റെ ഹൃദയം പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, എല്ലാതും വിചാരണക്ക് വരും. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യം ചോദിക്കാതെ ആദം സന്തതിയുടെ കാല് ചലിപ്പിക്കാൻ സാധ്യമല്ല. ആയുസ് എന്തിനു വേണ്ടി ചിലവഴിച്ചു? യൗവനം എന്തിനു വേണ്ടി ചിലവഴിച്ചു? സമ്പത്ത് എവിടെ നിന്നുണ്ടാക്കി എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു? അല്ലേ? നീ എന്ത് പഠിച്ചു, എന്ത് പ്രവർത്തിച്ചു? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല സഹോദരന്മാരെ. വിവസ്ത്രരായി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വരും. വലഖദ് ജിഅ്തുമുനാ ഫുറാദ, ഒറ്റക്ക് വരും. അതുകൊണ്ട് കൂട്ടുകാരെ, പിണക്കണ്ടേ, ശീലം മാറ്റണ്ടേ, കോലവും രൂപവും മാറിയാൽ പ്രശ്നമല്ലേ? ഇതൊന്നും ചിന്തിക്കണ്ട. നമുക്കൊറ്റ കോലമേയുള്ളൂ, ജീവനില്ലാതെ ഡെഡ് ബോഡിയായി കിടക്കുമ്പോ കുളിപ്പിച്ച് 3 വെള്ളയിൽ പൊതിഞ്ഞാൽ ഒറ്റ രൂപമാണ് ഈ ഇരിക്കുന്നവർക്കൊക്കെ. ഇപ്പൊ പോളിസ്റ്റർ ധരിച്ചവരുണ്ട്, കോട്ടൺ ധരിച്ചവരുണ്ട്, ലിനൻ ധരിച്ചവരുണ്ട്, വ്യത്യസ്ത പ്രായത്തിലുള്ളവരുണ്ട്, വ്യത്യസ്ത സൗന്ദര്യത്തിലുള്ളവരുണ്ട്. മരിച്ചാൽ നമ്മളൊക്കെ മയ്യത്താണ്. നമുക്ക് കിടക്കാനുള്ളത് ഖബറാണ്. ഇപ്പൊ നല്ല കാറിലായിരിക്കുമെന്ന്, നല്ല വീട്ടിലായിരിക്കും താമസിക്കണേ, നല്ല സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാവും. മരിച്ചാൽ നമ്മളെല്ലാവരും മയ്യത്താണ് സഹോദരന്മാരെ. അതുകൊണ്ട് പാപങ്ങൾ പടച്ച റബ്ബിലേക്ക് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറാകണം. യജിദില്ലാഹ തവ്വാബർ റഹീമ. ആരെങ്കിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, പിന്നീട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി, യജിദില്ലാഹ തവ്വാബർ ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് പടച്ചോനുണ്ട്, പടച്ചോൻ വിളിക്കുന്നുണ്ട്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ, നിങ്ങൾ നിഷ്കളങ്കമായി തൗബ ചെയ്യണം. ഏതാ നിഷ്കളങ്കമായ തൗബ? 1 നദമാണ്, തെറ്റായി അംഗീകരിച്ച് ഖേദിക്കുക. 2 ഇഖ്ലാ, തെറ്റിനെ വേരോടെ പിഴുതെറിയുക. 3 അൽ അസം, പടച്ച റബ്ബിനോട് വാക്കു പറയാ, പടച്ച റബ്ബിനെ ഞാൻ ആവർത്തിക്കില്ല. പടപ്പുകളുമായി ബന്ധപ്പെട്ട വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഇടപെടലിലോ സാമ്പത്തിക രംഗത്തോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കണം. ജീവനില്ലാത്ത മയ്യത്ത് ഇവിടെ വെച്ച് അപ്പുറത്തൊരാൾ മൈക്കും പിടിച്ചിട്ട് പറയും, ഈ ജനാസയുടെ വാക്കിലോ പ്രവൃത്തിയിലോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. അത് ജീവനുള്ള സമയത്ത് നമ്മൾ പോയിട്ട് പൊറുക്കലിനെ തേടണം, പുറത്തു വാങ്ങണം, കടവും ബാധ്യതകളും തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും നിരക്ക് അന്യായമായിട്ട് ആരെയെങ്കിലും നമ്മൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനയുമായിട്ട് നമുക്ക് പരലോകത്ത് വരാൻ സാധിക്കില്ല. വഞ്ചകന്മാരുടെ പുറത്തുനിന്നൊരു കൊടി മുകളിലേക്ക് പൊക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്നയാളെ വഞ്ചിച്ചതാണ് എന്ന് ആ കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് അപമാനിതനാകും. അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പരസ്പരം കൊമ്പ് കോർത്തിട്ട് അകന്ന് താമസിക്കുന്നവരുണ്ടെങ്കിൽ, അകന്ന് ജീവിക്കുന്നവരുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. എന്തിനാണ്? നമുക്ക് വേണ്ടി. വെറുതെ വാശിയും വക്കാണവും വൈരാഗ്യവും വെച്ചിട്ട് എന്ത് കാര്യം? അത് നമ്മുടെ ഖബറിന് പ്രശ്നമാണെങ്കിൽ, പരലോകത്തിന് പ്രശ്നമാണെങ്കിൽ എന്തിന്? അല്പകാലം 10-60 കൊല്ലം മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് നെറികേടും ചെയ്യാമെന്ന് തീരുമാനിക്കുന്നവനെ പോലെ വിവരദോഷി വേറെ ആരാണുള്ളത്? അതുകൊണ്ട് നമ്മൾ വിവരമുള്ളവരാവുക, ചിന്തയുള്ളവരാവുക. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. ജീവിതത്തിൽ വിജയിക്കണോ? വിജയത്തിന്റെ രഹസ്യം എന്താണ്? തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക എന്നാണ്. അല്ലാഹുക്ക് ഇഷ്ടമാണ്, തെറ്റ് ചെയ്യുന്നവരെ ഇഷ്ടമാണ്. എന്തേ തെറ്റ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാൻ കാരണം? തെറ്റ് ചെയ്തിട്ട് പടച്ചറബിലേക്ക് അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ചെന്നിട്ട് പറയാ, പടച്ചറബേ, നീ നിഷിദ്ധമാക്കിയ കാര്യം എന്നിൽ സംഭവിച്ചു പോയി നാഥ, നീ പുറത്തു തന്നില്ലെങ്കിൽ, നീ മായ്ച്ചു തന്നില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരായി പോകുമെന്ന് പടച്ചറബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. യുഹിബ്ബുത് തവ്വാബീന, തൗബ ചെയ്യുന്നവരെ പടച്ചറബിന് ഇഷ്ടമാണ്. ആരാ സ്വർഗത്തിലുള്ളത്? തൗബ ചെയ്യുന്ന അത്തായിബൂന, അത്തായിബാത്ത്, തൗബ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകൾ. അവരെ അല്ലാഹുക്ക് ഇഷ്ടം. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്ത പാപങ്ങളെ അല്ലാഹു ഹസനത്താക്കി മാറ്റും. മാറാം, നാളെ മാറാം, മറ്റന്നാളെ മാറാം. അല്ലേ? വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ യുൻസറൂൻ.
നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ ബാധിക്കും മുമ്പ് വരും മുമ്പ് പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. വഅനീബു ഇലാ റബ്ബിക്കും, പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. വഅസ്ലിമൂ ലഹു, പടച്ച റബ്ബിന് പൂർണ്ണമായി നിങ്ങളെ സമർപ്പിക്കൂ അല്ലാഹുവിന്റെ ശിക്ഷ വരും മുമ്പ്. തൊണ്ടക്കുയിൽ ആത്മാവ് ഖറഖറ ശബ്ദം മുഴക്കുമ്പോ മനുഷ്യൻ പറയും, പടച്ചോനെ ഞാൻ നന്നായിക്കൊള്ളാം, ഞാൻ തൗബ ചെയ്തോളാം, ഞാൻ മുഅ്മിനായിക്കൊള്ളാം, മുഖ്യനായിക്കൊള്ളാം, മുസ്ലിമായിക്കൊള്ളാം, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം. ആർക്ക് വേണം സഹോദരന്മാരെ അത്? നല്ല ആയുസ്സുള്ള കാലത്ത്, തന്റെ ഇടമുള്ള കാലത്ത്, കരുത്തുള്ള കാലത്ത് ഹറാമുകൾ ചെയ്ത് ജീവിച്ചിട്ട് ഒന്നിനും പറ്റാതെ ചക്രശ്വാസം വലിക്കുന്ന സമയത്തുള്ള തൗബയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യം. അതുകൊണ്ട് ഫഇൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമമായത്. അല്ലാഹുവിനെ വിട്ടാൽ പിശാചിനെയാണ് കൂട്ടുകൂട്ടാനുള്ളത്. പിശാചിന്റെ പങ്കാളികളായിട്ടുള്ള മനുഷ്യ പിശാചുക്കളാണ് നമ്മെ നയിക്കാനുള്ളത്. അവർ നൽകുന്ന താൽക്കാലിക സന്തോഷവും സമാധാനവും ഓഫറുകളിലും നമ്മൾ വഞ്ചിതരായാൽ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അധികാരി വർഗം അധികാരമില്ലാതെ, ചെങ്കോലുകളില്ലാതെ, സന്നാഹമില്ലാതെ, പ്രൊട്ടക്ഷൻ ഇല്ലാതെ, ചെരിപ്പ് പോലുമില്ലാതെ, വസ്ത്രം പോലുമില്ലാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഓരോ മനുഷ്യന്മാരും ഹാജരാക്കപ്പെടും. കരുത്തുണ്ടെന്ന് പറയുന്ന നമ്മള്, കഴിവുണ്ടെന്ന് പറയുന്ന നമ്മള്, സമ്പത്തുണ്ടെന്ന് പറയുന്ന നമ്മള്, സന്നാഹമുണ്ടെന്ന് പറയുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തെ നാം ഡിസൈൻ ചെയ്തതാണോ? നമ്മുടെ പാരന്റ്സിനെ നമ്മൾ തെരഞ്ഞെടുത്തതാണോ? നമ്മുടെ ശബ്ദത്തെ നമ്മളാണോ ഡിസൈൻ ചെയ്തത്? നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബയോഡാറ്റയിലെ ആദ്യത്തെ 10-15 പോയിന്റുകൾ പടച്ചറബ് മാത്രം തീരുമാനിച്ച കാര്യമാണെങ്കിൽ ആ പടച്ചറബിനെ വെല്ലുവിളിക്കാൻ മാത്രം, ആ പടച്ചറബിനെ മറന്ന് ജീവിക്കാൻ മാത്രം, ആ പടച്ചറബിന്റെ വഴികൾ മാറ്റിവെച്ചിട്ട് ഇവിടുത്തെ മീഡിയകളും ചണ്ടിച്ചവറുകളും വാരിയെടുത്തിട്ട് ഇതാണ് പുരോഗമനമെന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ ഉപരിയിൽ, ഈ പ്രവിശാലമായ പ്രപഞ്ചത്തെ കൂട്ടിമുട്ടലുകളില്ലാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ച റബ്ബുണ്ട്. അവൻ സത്യമാണ്. വഅന്നമാ യദഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അവന് പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകല ശക്തികളും ബാത്തിലാണ്. ആ പടച്ച റബ്ബ് ഹഖാണെങ്കിൽ ആ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അന്ന് സഹോദരന്മാരെ നമുക്ക് സംരക്ഷണത്തിന്റെ വലയം തീർക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇതാണ് മാറ്റത്തിന്റെ സമയമെന്ന് പറയുന്നത്. മാറാൻ അധികമൊന്നും ആവശ്യമില്ല. നല്ല ഒരു മനസ്സ്, നല്ല ഒരു പ്രാർത്ഥന, മാറിയില്ലെങ്കിൽ അപകടമായിരിക്കുമെന്ന ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സുഹൃത്തുക്കളെ കാത്തിരിക്കുന്നത് ഖൈറും ബറക്കത്തും നന്മകളും പടച്ച റബ്ബിന്റെ ഇഷ്ടവും സ്നേഹവുമാണ്. അതിലുപരി ഈ ദുനിയാവ് നമുക്ക് എത്ര കിട്ടിയാലും ഇത് വിട്ടേച്ചു പോകാനുള്ളതാണ്. മാറിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം നമ്മുടെ ഖബറും നമ്മുടെ പരലോകവും ഏറ്റവും സന്തോഷകരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞു ശരീരത്തെ പിശാചിന് വിട്ടുകൊടുക്കാതെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് തൗബ ചെയ്ത് പ്രാർത്ഥിച്ചു മടങ്ങുന്നവരാക്കി ഈ പരിശുദ്ധ റമദാനിൽ തന്നെ കറകളഞ്ഞ് ശുദ്ധരായിക്കൊണ്ട് പുറത്തു പോകാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അഹോരാത്രം അധ്വാനിക്കാൻ അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ. ശീലിച്ചുപോയ എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗ്ഗക്കാരനായി ജീവിക്കാൻ, സ്വർഗ്ഗക്കാരനായിരിക്കെ അല്ലാഹുവിലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ വേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.